നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സിവിൽ പോലീസ് ഓഫീസറുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് കുറച്ച് പ്രധാനപ്പെട്ട ആക്റ്റുകളും സെക്ഷൻസുമാണ്. അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കടക്കാം. കസ്റ്റഡിയിലുള്ള ഒരു വ്യക്തിയുടെ ഫോട്ടോ പത്രത്തിലോ അല്ലെങ്കിൽ ദൃശ്യമാധ്യമങ്ങളിലോ പ്രദർശിപ്പിക്കാൻ ആരുടെ അനുമതിയാണ് ലഭിക്കേണ്ടത്? ചോദ്യം വളരെ ശ്രദ്ധിക്കുക. കസ്റ്റഡിയിലുള്ള ഒരു വ്യക്തിയുടെ ഫോട്ടോ പത്രങ്ങളിലോ അല്ലെങ്കിൽ ദൃശ്യമാധ്യമങ്ങളിലോ പ്രദർശിപ്പിക്കാനായിട്ട് ആരുടെ അനുമതിയാണ് വേണ്ടതെന്നാണ് ചോദ്യം. ആരുടെയാണ്? നമ്മുടെ സംസ്ഥാന പോലീസ് മേധാവി അല്ലെങ്കിൽ നമ്മുടെ DGPയുടെ ആണ് കേട്ടോ. നമ്മുടെ DGPയുടെ അനുമതി ഉണ്ടെങ്കിൽ മാത്രമേ കസ്റ്റഡിയിലുള്ള ഒരു വ്യക്തിയുടെ ഫോട്ടോ എന്ത് ചെയ്യാൻ കഴിയത്തുള്ളൂ? പത്രങ്ങളിലോ ദൃശ്യമാധ്യമങ്ങളിലോ പ്രദർശിപ്പിക്കാൻ കഴിയത്തുള്ളൂ. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. പ്രവേശിത ലൈംഗിക അതിക്രമത്തെക്കുറിച്ച് പരാമർശിക്കുന്ന പോക്സോ നിയമത്തിലെ വകുപ്പ് ഏതെന്നാണ് ചോദ്യം. ഓക്കെ, പ്രവേശിത ലൈംഗിക അതിക്രമത്തെക്കുറിച്ച് പരാമർശിക്കുന്ന പോക്സോ നിയമത്തിലെ വകുപ്പ് ഏതെന്ന് ചോദിക്കുകയാണെങ്കിൽ അത് സെക്ഷൻ 4 പോക്സോ നിയമത്തിലെ സെക്ഷൻ 4 പ്രവേശിത ലൈംഗിക അതിക്രമത്തെക്കുറിച്ച് പരാമർശിക്കുന്ന നമ്മുടെ പോക്സോ നിയമത്തിലെ വകുപ്പാണ് സെക്ഷൻ 4 എന്ന് അറിഞ്ഞിരിക്കുക. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ഒരു സ്വകാര്യ വ്യക്തിക്ക് പ്രതിയെ അറസ്റ്റ് ചെയ്യാമെന്നും അത്തരത്തിൽ അറസ്റ്റ് ചെയ്യുമ്പോഴുള്ള നടപടികളെക്കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്ന CRPCയിലെ വകുപ്പ് എന്ന് ചോദിക്കുകയാണെങ്കിൽ അത് CRPCയിലെ സെക്ഷൻ 43 അറിഞ്ഞിരിക്കുക. എന്താണ് ചോദ്യം? ഒരു സ്വകാര്യ വ്യക്തിക്ക് ഒരു പ്രതിയെ അറസ്റ്റ് ചെയ്യാമെന്നും അത്തരത്തിൽ അറസ്റ്റ് ചെയ്യുമ്പോഴുള്ള നടപടിക്രമങ്ങളെക്കുറിച്ച് പരാമർശിക്കുന്ന CRPCയിലെ വകുപ്പ് ഏതെന്ന് ചോദിക്കുകയാണെങ്കിൽ ഏതിൻ്റെയാണ്? CRPCയിലെ വകുപ്പ് ഏതെന്ന് ചോദിക്കുകയാണെങ്കിൽ അത് ഏതാണ്? സെക്ഷൻ 43 അറിഞ്ഞിരിക്കുക. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യം എന്ന് പറയുന്നത് കൊക്കൈൻ, മോർഫൈൻ എന്നിവ ഉപയോഗിച്ചുള്ള ശിക്ഷയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന NDPSലെ ആക്റ്റിലെ വകുപ്പ് എന്നാണ് ചോദ്യം. എന്താണ്? കൊക്കൈൻ അല്ലെങ്കിൽ മോർഫിൻ എന്ന് പറയുന്ന ലഹരി വസ്തുക്കൾ ഉപയോഗിച്ചാലുള്ള ശിക്ഷയെക്കുറിച്ച് പരാമർശിക്കുന്ന നമ്മുടെ NDPS ആക്ടിൻ്റെ വകുപ്പ് ഏതെന്ന് ചോദിക്കുകയാണെങ്കിൽ അത് സെക്ഷൻ 27 NDPSലെ സെക്ഷൻ 27 അറിഞ്ഞിരിക്കുക. കൊക്കൈൻ, മോർഫിൻ എന്നിവ ഉപയോഗിച്ചാലുള്ള ശിക്ഷയെക്കുറിച്ച് പരാമർശിക്കുന്ന NDPS ആക്ടിലെ വകുപ്പ് ഏതെന്ന് ചോദിക്കുകയാണെങ്കിൽ ഏതാണ്? സെക്ഷൻ 27 അറിഞ്ഞിരിക്കുക. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നതിന് മുൻപേ ഇതുവരെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കാര്യം എക്സാമിന് മുന്നേ നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ മോക്ക് ടെസ്റ്റുകളും ക്വസ്റ്റ്യൻ റിവൈസേഷനും അല്ലെങ്കിൽ എല്ലാ വർക്കൗട്ടുകളും നമ്മൾ നിങ്ങൾക്ക് വേണ്ടി തരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് തന്നെ കിടക്കാം. പൂവാല ശല്യത്തെക്കുറിച്ച് പരാമർശിക്കുന്ന IPCയിലെ സെക്ഷൻ ഏതാണെന്നാണ് ചോദ്യം. എന്താണ്? പൂവാല ശല്യത്തെക്കുറിച്ച് പരാമർശിക്കുന്ന IPCയിലെ സെക്ഷൻ ഏതെന്ന് ചോദിക്കുകയാണെങ്കിൽ അതേതാണ്? 354D ആണ്. 354D എന്ത് ചെയ്യുന്നത്? പൂവാല ശല്യത്തെക്കുറിച്ച് പരാമർശിക്കുന്ന IPC സെക്ഷൻ ഏതാണ്? 354D ആണെന്ന് അറിഞ്ഞിരിക്കുക. നിയമവിരുദ്ധമായി സമ്പാദിച്ച സ്വത്ത് പിടിച്ചെടുക്കുകയും മരവിപ്പിക്കുകയും ചെയ്യുന്നതിനെക്കുറിച്ച് പരാമർശിക്കുന്ന NDPSലെ വകുപ്പ് ഏതാണ്? ചോദ്യം ശ്രദ്ധിക്കുക. നിയമവിരുദ്ധമായി സമ്പാദിച്ച സ്വത്തുകൾ എന്ത് ചെയ്യാണ്? പിടിച്ചെടുക്കുകയും മരവിപ്പിക്കുകയും ചെയ്യുന്നതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന NDPSലെ ആക്ടിൻ്റെ വകുപ്പ് ഏതെന്ന് ചോദിക്കുകയാണെങ്കിൽ അതേതാണ്? 68F ആണെന്ന് അറിഞ്ഞിരിക്കുക. 68F എന്താണ്? നിയമവിരുദ്ധമായി സമ്പാദിച്ച സ്വത്ത് എന്ത് ചെയ്യാൻ കഴിയും? പിടിച്ചെടുക്കാനും മരവിപ്പിക്കാനും ചെയ്യുന്നതിനെക്കുറിച്ച് പരാമർശിക്കുന്ന NDPSലെ ആക്ട് എന്ന് ചോദിക്കുകയാണെങ്കിൽ അതേതാണ്? സെക്ഷൻ 68F ആണെന്ന് അറിഞ്ഞിരിക്കുക. 2 വർഷമോ അതിനു മുകളിലോ തടവ് ശിക്ഷ ലഭിക്കുന്ന കുറ്റത്തെ വിശേഷിപ്പിക്കുന്ന പേരെന്തെന്നാണ് ചോദ്യം. എന്താണ്? 2 വർഷമോ അല്ലെങ്കിൽ അതിനു മുകളിലോ ലഭിക്കുന്ന അല്ലെങ്കിൽ തടവ് ശിക്ഷ ലഭിക്കുന്ന കുറ്റത്തെ വിശേഷിപ്പിക്കുന്ന പേരാണ് വാറണ്ട് കേസുകൾ. എന്താണ്? 2 വർഷമോ അതിനു മുകളിലോ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റത്തെ വിശേഷിപ്പിക്കുന്ന പേരാണ് വാറണ്ട് കേസുകളെന്ന് അറിഞ്ഞിരിക്കുക. അടുത്ത ചോദ്യം. തൻ്റെ മുന്നിൽ നടക്കുന്ന കുറ്റകൃത്യത്തിൽ നേരിട്ട് നടപടിയെടുക്കാൻ കഴിയുന്ന മജിസ്ട്രേറ്റിൻ്റെ അധികാരത്തെ വിശേഷിപ്പിക്കുന്ന വാക്ക് എന്തെന്നാണ് ചോദ്യം. എന്താണ് ചോദ്യം? എന്താണ്? തൻ്റെ മുന്നിൽ നടക്കുന്ന കുറ്റകൃത്യത്തിൽ നേരിട്ട് നടപടിയെടുക്കാൻ കഴിയുന്ന മജിസ്ട്രേറ്റിൻ്റെ അധികാരത്തെ വിശേഷിപ്പിക്കുന്ന വാക്ക് ഏതെന്ന് ചോദിച്ചാൽ എന്താണ്? സുവോമോട്ടോ എന്നാണ്. ഓക്കെ, അപ്പോൾ തൻ്റെ മുന്നിൽ നടക്കുന്ന കുറ്റകൃത്യത്തിൽ നേരിട്ട് നടപടിയെടുക്കാൻ കഴിയുന്ന മജിസ്ട്രേറ്റിൻ്റെ അധികാരമാണെന്ത്? സുവോമോട്ടോ. നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ നിലവിൽ വന്നത് എന്നാണ് ചോദ്യം. എന്താണ്? നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ നിലവിൽ വന്നതെന്ന് ചോദിക്കുകയാണെങ്കിൽ അതെന്താണ്? 1986 മാർച്ച് 17. 1986 മാർച്ച് എപ്പോഴാണ്? മാർച്ച് 17 എന്ത് ചെയ്യുന്നത്? നമ്മുടെ നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ നിലവിൽ വന്നതെന്നാണ് 1986 മാർച്ച് 17 അറിഞ്ഞിരിക്കുക. അടുത്ത ചോദ്യം. 2019 പോക്സോ ഭേദഗതി നിയമം
എത്ര സെക്ഷനുകളിലാണ് ഭേദഗതി ചെയ്തതെന്നാണ് ചോദ്യം. എന്താണ് 2019 പോക്സോ നിയമം എത്ര സെക്ഷനുകളിലാണ് ഭേദഗതി വരുത്തിയതെന്നാണ് ചോദ്യം. 10 സെക്ഷൻസിലാണ് എന്ത് ചെയ്യുന്നത് 2019 പോക്സോ ഭേദഗതി വരുത്തിയത് 10 സെക്ഷനുകളിലാണെന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ, അടുത്ത ചോദ്യം, വിവരാവകാശ നിയമം 2005 ആകെ അധ്യായങ്ങളുടെ എണ്ണം എത്രയെന്നാണ് ചോദ്യം. എന്താണ് വിവരാവകാശ നിയമം 2005 ആകെ അധ്യായങ്ങളുടെ എണ്ണം എത്രയെന്ന് ചോദിക്കുകയാണെങ്കിൽ എത്രയാണ്? 6 എണ്ണമാണ് കേട്ടോ. അപ്പോൾ വിവരാവകാശ നിയമം 2005 ആകെ അധ്യായങ്ങളുടെ എണ്ണം എത്രയാണ്? 6 അധ്യായങ്ങളാണ് നമ്മുടെ എന്തിലുള്ളത്? വിവരാവകാശ നിയമം 2005 അറിഞ്ഞിരിക്കുക. പോലീസ് ഒരു വ്യക്തിയെ വാറണ്ടില്ലാതെ അറസ്റ്റ് ചെയ്യാനുള്ള സന്ദർഭത്തെ വിശദമാക്കുന്ന CRPCയിലെ സെക്ഷൻ ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ അത് സെക്ഷൻ 41 അറിഞ്ഞിരിക്കുക. അറസ്റ്റ് വിത്തൗട്ട് വാറണ്ട്. ഓക്കെ, അപ്പോൾ പോലീസിന് ഒരു വ്യക്തിയെ വാറണ്ട് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാനുള്ള സന്ദർഭത്തെ വിശദമാക്കുന്ന CRPCയിലെ സെക്ഷനാണ് CRPCയിലെ സെക്ഷൻ 41. പോലീസിന് ഒരു വ്യക്തിയെ വാറണ്ട് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാനുള്ള സന്ദർഭത്തെ വിശദമാക്കുന്ന CRPCയിലെ സെക്ഷൻ ഏതാണ്? CRPCയിലെ സെക്ഷൻ 41 അറിഞ്ഞിരിക്കുക. ഒരു നിശ്ചിത ദിവസം നിശ്ചിത സമയം കോടതി മുൻപാകെ ഹാജരാകാൻ ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു വ്യക്തിക്ക് നൽകുന്ന നോട്ടീസിന് അറിയപ്പെടുന്ന പേരാണെന്ത്? സമൻസ്. അപ്പോൾ എന്താണ് സമൻസ്? ഒരു നിശ്ചിത ദിവസം നിശ്ചിത സമയം കോടതി മുൻപാകെ ഹാജരാകാൻ ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു വ്യക്തിക്ക് നൽകുന്ന നോട്ടീസിന് അറിയപ്പെടുന്ന പേരെന്താണ്? സമൻസ് ആണെന്ന് അറിഞ്ഞിരിക്കുക. അപ്പോൾ എന്താണ് സമൻസ്? ഒരു നിശ്ചിത ദിവസം നിശ്ചിത സമയം കോടതി മുൻപാകെ ഹാജരാകാൻ ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു വ്യക്തിക്ക് നൽകുന്ന നോട്ടീസിന് അറിയപ്പെടുന്ന പേരാണ് സമൻസ്. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. സമൻസ് കേസിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന CRPCയിലെ സെക്ഷനാണ് സെക്ഷൻ 2W. എന്താണ് സമൻസ് കേസിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന CRPCയിലെ സെക്ഷനാണ് ഏത്? 2W. 2W എന്ന് പറഞ്ഞാൽ എന്താണ്? സമൻസ് കേസുകളാണെന്ന് അറിഞ്ഞിരിക്കുക. സമൻസ് കേസുകൾ എന്താണ്? 2W. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. ആൾമാറാട്ടവുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള IT ആക്ടിലെ വകുപ്പാണ് IT ആക്ടിലെ വകുപ്പ് D. ഓക്കെ, അപ്പോൾ ആൾമാറാട്ടവുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള IT ആക്ടിലെ വകുപ്പ് ഏതാണ്? IT ആക്ട് 66D ആണ്. ആൾമാറാട്ടം 66D എന്താണ്? ആൾമാറാട്ടമാണെന്ന് അറിഞ്ഞിരിക്കുക. അപ്പോൾ ആൾമാറാട്ടവുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള IT ആക്ടിലെ വകുപ്പ് ഏതാണ്? IT ആക്ടിലെ വകുപ്പ് 66D ആണെന്ന് അറിഞ്ഞിരിക്കുക. അറസ്റ്റ് ചെയ്യുന്ന ആളിനെ അറസ്റ്റിനുള്ള കാരണങ്ങളും ജാമ്യത്തിനുള്ള അവകാശങ്ങളും അറിയിക്കണമെന്ന് പ്രതിപാദിക്കുന്ന CRPCയിലെ സെക്ഷൻ ഏതാണെന്നാണ് ചോദ്യം. എന്താണ് അറസ്റ്റ് ചെയ്യപ്പെടുന്ന ആളിനെ അറസ്റ്റിനുള്ള കാരണങ്ങളും ജാമ്യത്തിനുള്ള അവകാശങ്ങളും അറിയിക്കണമെന്ന് പ്രതിപാദിക്കുന്ന CRPCയിലെ സെക്ഷനാണ് CRPCയിലെ സെക്ഷൻ 50. അപ്പോൾ CRPCയിലെ സെക്ഷൻ 50 എന്താണ് പറയുന്നത്? അറസ്റ്റ് ചെയ്യപ്പെടുന്ന ആളിനെ അറസ്റ്റ് ചെയ്യുന്നതിനുള്ള കാരണവും അതേപോലെ തന്നെ ജാമ്യത്തിനുള്ള അവകാശങ്ങളും അറിയിക്കണമെന്ന് പറയുന്നതാണ് CRPCയിലെ സെക്ഷൻ 50 എന്ന് അറിഞ്ഞിരിക്കുക. മൂന്നാം കക്ഷിയുടെ വിവരം ഉൾക്കൊള്ളുന്ന ഒരു വിവരാവകാശ അപേക്ഷയിൽ മറുപടി ലഭിക്കാനുള്ള സമയപരിധി എന്ന് പറയുന്നത് 40 ദിവസമാണ്. മൂന്നാം കക്ഷിയുടെ വിവരം ഉൾക്കൊള്ളുന്ന ഒരു വിവരാവകാശ അപേക്ഷയിൽ മറുപടി ലഭിക്കേണ്ടതിനുള്ള സമയപരിധി എന്ന് പറയുന്നത് 40 ദിവസമാണ്. മൂന്നാം കക്ഷിയുടെ വിവരം ഉൾക്കൊള്ളുന്ന ഒരു വിവരാവകാശ അപേക്ഷയിൽ മറുപടി ലഭിക്കുന്നതിനുള്ള സമയപരിധി എത്രയാണ്? 40 ദിവസമാണെന്ന് അറിഞ്ഞിരിക്കുക. NDPS ആക്ടിലെ ഏത് വകുപ്പാണ് മരണശിക്ഷയെക്കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്നത്? എന്താണ് ചോദ്യം? NDPS ആക്ടിലെ ഏത് വകുപ്പിലാണ് മരണശിക്ഷയെക്കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്നതെന്നാണ് ചോദ്യം. അത് സെക്ഷൻ 31A ആണ്. വളരെ പ്രധാനപ്പെട്ടതാണ്. 31A എന്താണ് പറയുന്നത്? NDPS ആക്ടിലെ മരണശിക്ഷയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന സെക്ഷനാണ് 31A. കമ്പ്യൂട്ടർ ഹാക്കിങ്ങിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന IT ആക്ടിലെ വകുപ്പാണ് IT ആക്ടിലെ സെക്ഷൻ 66. കമ്പ്യൂട്ടർ ഹാക്കിങ്ങിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന IT ആക്ടിലെ വകുപ്പാണ് IT ആക്ടിലെ സെക്ഷൻ 66 എന്ന് അറിഞ്ഞിരിക്കുക. ഹാക്കിങ്ങിന് ലഭിക്കാവുന്ന പരമാവധി തടവ് ശിക്ഷ എത്രയെന്നാണ് ചോദ്യം. എന്താണ് ഹാക്കിങ്ങിന് ലഭിക്കാവുന്ന പരമാവധി തടവ് ശിക്ഷ എത്രയെന്നാണ് ചോദ്യം. അത് 3 വർഷമാണ് കേട്ടോ. അപ്പോൾ ഹാക്കിങ്ങിന് ലഭിക്കാവുന്ന പരമാവധി തടവ് ശിക്ഷ എത്രയാണ്? 3 വർഷമാണ്. അടുത്ത ചോദ്യം, സ്ത്രീധന മരണവുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള IPC വകുപ്പ് ഏതെന്നാണ് ചോദ്യം. സ്ത്രീധന മരണവുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള IPC വകുപ്പ് ഏതാണ്? നമ്മൾ പഠിച്ചതാണ് 304B ആണ്. എന്തെന്ന് പറയുന്നത്? സ്ത്രീധന മരണവുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള നമ്മുടെ IPC വകുപ്പാണ് ഇത് 304B. ഓക്കെ, അപ്പോൾ സ്ത്രീധന മരണവുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള IPCയിലെ വകുപ്പാണ് 304B എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്തത് നമ്മുടെ സിവിൽ പോലീസ് ഓഫീസറുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് എല്ലാ ഭാഗങ്ങളിൽ നിന്നുള്ള കുറച്ച് പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. അപ്പോൾ ഇനിയും ഇതുപോലുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക. ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ എന്ത് ചെയ്യുക? കമൻറ്റായിട്ട് രേഖപ്പെടുത്താനായിട്ട് മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും തീർച്ചയായിട്ടും ഈ ഒരു ക്ലാസ് എത്തിച്ചു കൊടുക്കുക. അപ്പോൾ നമുക്ക് അടുത്തൊരു ക്ലാസ് നോട്ടിഫിക്കേഷനും വീഡിയോ ഒക്കെ ആയിട്ടും കുറഞ്ഞു തന്നെ കാണാം. അതുവരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ.